നമ്മള് മലയാളം എക്സാമിന് എന്തൊക്കെ പഠിക്കണം, എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. എല്ലാവരും ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 62 ഒന്നെടുത്തേ. അതിൽ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്? സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും കൊടുത്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഇതിലുള്ള ഏത് അക്ഷരങ്ങൾ കണ്ടാലും നിങ്ങൾക്ക് അത് ഏതാന്ന് പറയാൻ കഴിയണം. നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കാം. ഇതിലുള്ള ഏത് അക്ഷരം കണ്ടാലും നിങ്ങൾക്ക് അത് ഏതാന്ന് പറയാൻ കഴിയണം. ഓക്കെ, അങ്ങനെ നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എല്ലാവരും ഇവിടെ നോക്കിക്കേ. ഞാൻ ഇവിടെ കുറച്ച് അക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ട് അല്ലേ? ഇത് നമുക്ക് എങ്ങനെ വായിക്കുമെന്ന് നോക്കിയാലോ. ഓക്കെ, ത, ന, ഡ, ച, ഫ, ല, വ. ഓക്കെ, വെരി ഗുഡ്. ഇതുപോലെ നിങ്ങൾക്ക് ഏത് വ്യഞ്ജനാക്ഷരങ്ങൾ കണ്ടാലും അത് ഏതാന്ന് പറയാൻ കഴിയണം. അപ്പൊ നിങ്ങൾ വ്യഞ്ജനാക്ഷരങ്ങൾ നന്നായിട്ട് വായിക്കാൻ പഠിച്ചു വെക്കാം. ഓക്കെ, പിന്നെ നമ്മള് വ്യഞ്ജനാക്ഷരങ്ങളും അതിന്റെ വാക്കുകളാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ? പേജ് നമ്പർ 63 മുതലാണ് അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പഠിച്ചു നോക്കുന്നില്ലേ? ഓരോ വ്യഞ്ജനാക്ഷരങ്ങൾ വെച്ചിട്ടും നമ്മള് 2 വാക്കുകൾ വീതം പഠിച്ചിട്ടുണ്ട്. അതിന്റെ ചിത്രങ്ങളും കൊടുത്തിട്ടുണ്ട്. പഠിച്ചു നോക്കുന്നില്ലേ? ഓക്കെ, ഇതിൽ നിന്നും ചിത്രങ്ങൾ ഉപയോഗിച്ച് 2 രീതിക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എല്ലാവരും ഇവിടെ നോക്കിക്കേ. ചിത്രങ്ങളുടെ പേര് പറയുക. ഇവിടെ ഞാൻ കുറച്ച് ചിത്രങ്ങൾ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇതിന്റെ പേര് നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ. താറാവ്, തവള, മണി, മുറം. ഓക്കെ, ഇതുപോലെ നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങളിൽ പഠിച്ചിട്ടുള്ള ഏത് ചിത്രത്തിന്റെ പേര് കണ്ടാലും നിങ്ങൾക്ക് പറയാൻ കഴിയണം. ചിത്രങ്ങളുടെ പേര് ചോദിക്കാറുണ്ട്. ഓക്കെ, പിന്നെ ഇതുപോലെ ചേരുംപടി ചേർക്കാനും ചോദിക്കാറുണ്ട്. ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കും, അതിന്റെ അക്ഷരങ്ങൾ തെറ്റിച്ചിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുക. അപ്പൊ നമ്മള് ചിത്രങ്ങൾ നോക്കിയിട്ട് കറക്റ്റ് അക്ഷരങ്ങളിലേക്ക് വരച്ചു കൊടുക്കണം. അപ്പൊ നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. എന്താണ് നഖം? നമ്മൾ ഇതിൽ ഏത് ലെറ്റർ വെച്ചിട്ടാണ് നഖം എന്ന് പഠിച്ചിട്ടുള്ളത്? ഞാ വെച്ചിട്ട്. അപ്പോ നഖം എന്ന ചിത്രത്തിനെ ഞാ എന്ന അക്ഷരത്തിലേക്ക് വരച്ചു കൊടുക്കുക. ഓക്കെ, അടുത്തത് എന്താ? ചക്ക. ഓക്കെ, ചക്ക എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് ഏത് അക്ഷരത്തിലാണ് പഠിച്ചിട്ടുള്ളത്? ചക്ക എന്ന വാക്ക് നമ്മള് ഇതിലുള്ള ഏത് അക്ഷരം വെച്ചിട്ടാണ് പഠിച്ചിട്ടുള്ളത്? ച വെച്ചിട്ടല്ലേ? ഓക്കെ, അപ്പോ ചക്ക എന്ന ചിത്രത്തിനെ ച എന്ന അക്ഷരത്തിലേക്ക് വരച്ചു കൊടുക്കാം. ഓക്കെ, അടുത്തത് എന്താ? തേങ്ങ. ഓക്കെ, നമ്മൾ ഏത് അക്ഷരം വെച്ചിട്ടാണ് തേങ്ങ എന്ന് പഠിച്ചിരിക്കുന്നത്? ങ എന്ന അക്ഷരം വെച്ചിട്ടല്ലേ? അപ്പോ തേങ്ങ എന്ന ചിത്രത്തിനെ ങ എന്ന അക്ഷരത്തിലേക്ക് വരച്ചു കൊടുക്കാം. ഓക്കെ, അടുത്തത് എന്താ? ശലഭം. ഓക്കെ, ഇതിലുള്ള ഏത് അക്ഷരം വെച്ചിട്ടാണ് നമ്മൾ ശലഭം എന്ന് പഠിച്ചിരിക്കുന്നത്? ഷ വെച്ചിട്ടല്ലേ? ഓക്കെ, അപ്പോ ശലഭം എന്ന ചിത്രത്തിനെ ഷ എന്ന അക്ഷരത്തിലേക്ക് വരച്ചു കൊടുത്തപ്പോ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതുപോലെ ചിത്രങ്ങളുടെ പേര് പറയാനും ചോദിക്കാറുണ്ട്. ചിത്രങ്ങളും അതിന്റെ അക്ഷരങ്ങളും മാച്ച് ചെയ്യാനും ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ചിത്രത്തിന്റെ പേരും പഠിച്ചു വെക്കുക, അതിന്റെ അക്ഷരങ്ങളും പഠിച്ചു വെക്കുക. ഇതുപോലെ എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, പിന്നെ ആനുവൽ എക്സാമിന് ഇതുപോലെ ഉത്തരങ്ങൾ എഴുതാനുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. മനസ്സിലായോ? ഉത്തരങ്ങള് എഴുതാനുള്ള ക്വസ്റ്റ്യൻസും ആനുവൽ എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നോക്കിക്കേ. ശരിയായ ഉത്തരം എഴുതുക. ബ്രാക്കറ്റില് ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട്, താഴെ ചോദ്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഈ ബ്രാക്കറ്റിൽ നിന്ന് എടുത്തിട്ട് എഴുതണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ, വെള്ളത്തിന് പറയുന്ന മറ്റൊരു പേര്. നമ്മൾ പഠിച്ചിട്ടുണ്ട് വെള്ളത്തിന് പറയുന്ന മറ്റൊരു പേര്. ഓപ്ഷൻസ് ഉണ്ട്. വല, ജലം, ജഷം. ഇതിലേതാണ് വെള്ളത്തിന് പറയുന്ന പേര്? ഏതാണ്? വല എന്നാണോ? അല്ല. ജലം
ആണോ? അതെ, വെള്ളത്തിന് പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? ജലം. അപ്പോ ഈ ജലം എന്നുള്ളത് നോക്കിയിട്ട് അതുപോലെ ഇവിടേക്ക് നമ്മൾ എഴുതണം. ഓക്കെ, ജ എഴുതുക, ല എഴുതുക, എന്നിട്ട് ചിഹ്നം എഴുതാം. എന്താ വായിക്കും? ജലം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്നത്. ഓപ്ഷൻസ് നോക്കിക്കേ. വല, ജശം. ഇതിലേതാണ് മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്നത്? ഏതാണ്? വല. അപ്പോ ഈ വല എന്നത് നോക്കിയിട്ട് എഴുതാം. വല. ഓക്കെ, അടുത്തത് മീനിന് പറയുന്ന മറ്റൊരു പേര് എന്താണ്? മീനിന് എന്താണ്? വേറൊരു പേര് പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ്? ജശം. ഓക്കെ, അപ്പോ ഈ ജശം എന്നത് നോക്കിയിട്ട് അതുപോലെ ഇവിടെ എഴുതാം. ഓക്കെ, തെറ്റാൻ പാടില്ല. ബ്രാക്കറ്റിൽ ഉത്തരങ്ങൾ ഉണ്ടായിരിക്കും, അത് നോക്കിയിട്ട് അതുപോലെ വേണം എഴുതാൻ. ഓക്കെ, ജ എന്നെഴുതി, ഷ എന്നെഴുതി, എന്നിട്ട് ആ ചിഹ്നം കൂടി ചേർത്തപ്പോഴെന്തായി? ജശം. ഓക്കെ, ഇതുപോലെ ഉത്തരങ്ങൾ എഴുതാനുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഈ ബ്രാക്കറ്റിൽ എങ്ങനെയാണോ എഴുതിയിരിക്കുന്നത് അതുപോലെ വേണം താഴേക്ക് എഴുതാൻ. ഓക്കെ, അപ്പോ എഴുതാനുള്ള ക്വസ്റ്റ്യൻസും ആനുവൽ എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, പിന്നെ എക്സാമിന് വിട്ടുപോയ അക്ഷരം എഴുതാനും ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇവിടെ നോക്കിക്കേ, ഇവിടെ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ആ വാക്കിൽ എന്താണ്? ചില അക്ഷരങ്ങൾ വിട്ടുപോയിട്ടുണ്ട് അല്ലെ? ഇവിടെ ബ്രാക്കറ്റിൽ അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ വാക്ക് നോക്കിയിട്ട് അതിന്റെ ശരിയായ അക്ഷരം ബ്രാക്കറ്റ് എന്ന് നോക്കിയിട്ട് നമ്മൾ എഴുതി കൊടുക്കണം. അപ്പൊ നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ നോക്കിക്കേ. ഗദ എന്നാണ് അല്ലെ? ഗദ എന്നാണ് ഈ വാക്ക്. പക്ഷെ ഇതിലെ ഗ എന്ന അക്ഷരം എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ബ്രാക്കറ്റിൽ നിന്ന് ഗ എന്ന അക്ഷരം തിരഞ്ഞെടുക്കണം. ഇത് ഏതാണ്? ഗ. ഇവിടെ 3 അക്ഷരങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഏതാണ്? ഗ. ഗ ഏതാണ്? ഗദ. ഗ അക്ഷരം ഏതാണ്? ഇതാണ് അല്ലെ? അപ്പോ ഈ ഗ എന്ന അക്ഷരം അതുപോലെ താഴേക്ക് എഴുതാം. അപ്പൊ എന്ത് വായിക്കും? ഗദ. ഈ വാക്ക് ശരിയായിട്ടുണ്ട്. അടുത്ത നോക്കിക്കേ, കലം എന്നാണ്. പക്ഷെ ഇതിൽ എന്താണ്? ക എന്ന അക്ഷരം എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്. ബ്രാക്കറ്റിൽ നോക്കിക്കേ, ഇതിൽ ഏതാണ്? ക. ഏതാണ്? ക. ഇതല്ലേ? അപ്പൊ അത് നോക്കിയിട്ട് എഴുതി കൊടുക്കാം. അപ്പൊ എന്താ വായിക്ക? കലം. ഈ വാക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അടുത്തത് നോക്കിക്കേ, ലഡു എന്നാണ്. ലഡു. ഓക്കെ, ഇതില് ഡ എന്ന അക്ഷരം എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്. ബ്രാക്കറ്റിൽ നോക്കിക്കേ, ഏതാണ്? ഡ. ഇതാണ് അല്ലേ? അപ്പൊ അത് നോക്കിയിട്ട് അതുപോലെ എഴുതാം. അപ്പൊ എന്ത് വായിക്കും? ലഡു. ഓക്കെ, ഇതുപോലെ വിട്ടുപോയ അക്ഷരം എഴുതാൻ എക്സാമിന് ചോദിക്കാറുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ ചോദിച്ചിരുന്നു. ഇതുപോലെ നിങ്ങൾക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഏത് വാക്കിന്റെ വിട്ടുപോയ അക്ഷരം ചോദിച്ചാലും എഴുതി കൊടുക്കാൻ കഴിയണം. അപ്പൊ നിങ്ങൾ അതുകൂടെ ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ അവസാനത്തില് 2 പാട്ടുകൾ കൊടുത്തിട്ടുണ്ട്. കുഞ്ഞിത്തത്ത, പൂമ്പാറ്റ, ഇങ്ങനെ 2 പാട്ടുകളാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഏതെങ്കിലും ഒരു പാട്ടും നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. അതും എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും മലയാളം എക്സാമിൽ നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.